ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. രാവിലെ ഒരു 5:45 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പതുക്കെ നമ്മുടെ ബാൽക്കണിയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടുകയാണ് കേട്ടോ. അതിനുശേഷം റൈസ് കുക്കറിൽ തലേന്ന് ഞാൻ അരി തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഒന്നുകൂടെ തിളയ്ക്കാനായിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. കൂട്ടത്തിൽ കുടിക്കാനുള്ള വെള്ളവും തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം റൈസ് കുക്കറിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ ചോറ് വെച്ച് കഴിഞ്ഞാൽ കേടാകുമോയെന്ന്. എനിക്ക് ഇതുവരെയും അങ്ങനെ കേടായിട്ടില്ല. ഞാൻ വൈകിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും. എന്നിട്ട് രാവിലെ എടുത്ത് ഒരു 10-20 മിനിറ്റും കൂടെ തിളപ്പിക്കുമ്പോഴത്തേക്കും എനിക്ക് ചോറ് റെഡിയായി കിട്ടാറാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് സാമ്പാറും അതുപോലെ തന്നെ ഇഡ്ഡലിയാണ് കേട്ടോ. സാമ്പാർ, ചമ്മന്തി, ഇഡ്ഡലി. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും, ഞാൻ കൂടുതലും തലേന്ന് തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്ത് വയ്ക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും രാവിലത്തെ എൻ്റെ കുക്കിംഗ് വളരെ ഈസി ആയിരിക്കും. അപ്പം ഞാൻ കുക്കറിലേക്ക് പരിപ്പും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഗ്രീൻ ടീ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കുടിക്കുകയാണ് കേട്ടോ ഇരുന്ന്. അപ്പോൾ അത് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പാത്തു ഉറക്കം എഴുന്നേറ്റിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാത്തുവിനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ സെറ്റ് ചെയ്യൽ കിടത്തും. അപ്പം കൂടുതലും നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൾ കിടക്കാറില്ല. പിന്നെ ഇവിടെ വന്ന് സൊഫായിൽ കിടന്ന് കുറച്ച് സമയം കൂടെ ഉറങ്ങും. അപ്പോൾ പുതപ്പും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ തന്നെ ഞങ്ങൾക്ക് കിടത്തുകയാണ് കേട്ടോ. പുതപ്പും കൂടെ പുതപ്പിച്ച് കഴിഞ്ഞാൽ അവൾ അവിടെ കിടന്ന് നമ്മൾ വിളിക്കുന്നിടം വരെ ഉറങ്ങിക്കോളും. പിന്നെ ടീ ടേബിളും കൂടെ ഒന്ന് ഞാൻ ചേർത്തിടും, കാരണം എങ്ങാനും തിരിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും താഴെ വീഴണ്ടെന്ന് കരുതിയിട്ട്. അതിനുശേഷം പിന്നെ ലൈറ്റും കൂടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. അങ്ങനെ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന അരിയും കൂടിയാണ് കേട്ടോ. നമ്മൾ മട്ട റൈസാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അരി ഒന്ന് ഞാൻ വാർക്കാനായിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് കുറച്ച് നൂറ്റിക്കളയും. അതിനുശേഷം ഞാൻ വാർത്തിടും കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ചോറിന് കറിയായിട്ട് പാവയ്ക്ക മെഴുക്കുരട്ടിയും വയ്ക്കുന്നുണ്ട്, സാമ്പാറും ഉണ്ട്. അപ്പോൾ പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരുന്നുണ്ട്. അപ്പം അച്ഛൻ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ വരുന്നത്. അമ്മ പക്ഷെങ്കിൽ ഇന്നാൾ എനിക്ക് പല്ലുവേദന വന്നപ്പം കുറച്ച് ദിവസം വന്ന് നിന്നിട്ട് പോയതാണല്ലോ. അപ്പോൾ എന്തായാലും അച്ഛനും അമ്മയും ഇന്ന് വരുന്നുണ്ട്. അവർ ഒരു 1 വീക്ക് എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ഹാപ്പിയാണ്. അപ്പോൾ രാവിലെ തന്നെ ജോലികൾ തീർക്കുവാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്ക മെഴുക്കുരട്ടിയും സാമ്പാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ദിനുവിന് ചോറ് കൊടുത്തു വിടാനും പറ്റും. അപ്പോൾ ദിനു രാവിലെ 5:30 ആയപ്പോഴത്തേക്കും അവരെ വിളിക്കാനായിട്ട് മടിവാളെ പോയിട്ടുണ്ടായിരുന്നു. അവർ ബസ്സിനാട്ടോ വന്നത്. അപ്പോൾ അതാണ്ട് അവരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്തു ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. തലേന്നാണെങ്കിൽ രാത്രി ഉറങ്ങുന്നേ ഇല്ലായിരുന്നു. അപ്പൂപ്പനും അമ്മൂമ്മ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചിട്ട്. പക്ഷെങ്കിൽ അവർ വന്ന സമയത്ത് ആൾ നല്ല ഉറക്കമാണ്, അറിഞ്ഞിട്ടില്ല. ശരി അമ്മ ഉറങ്ങട്ടെ. അറിഞ്ഞില്ല വിളിച്ചിട്ട്. അച്ഛനും അമ്മയാണെങ്കിൽ കുറേ അവളെ വിളിച്ചു നോക്കി, പക്ഷേ ആൾ അറിയുന്നില്ലായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. എന്നിട്ട് പിന്നെ അവർ പോയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് വന്ന് പിന്നെ അമ്മ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അവൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുത്തിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എണീറ്റ് കേട്ടോ. അപ്പൂപ്പ എന്തേ പോയില്ല. പിന്നെ ആരാടാ വന്നേ? ആണോ പൊന്നുമണി? അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഹാപ്പിയായി. പിന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള തപ്പലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ബാർബിയെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്, സ്കൂളിൽ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ട്, ഞാനിന്ന് ഇനി സ്കൂളിൽ പോകുന്നില്ല, അപ്പൂപ്പനും അമ്മൂമ്മയും വന്നില്ല എന്നൊക്കെ. പിന്നെ ആ സമയം കൊണ്ട് തന്നെ ഞാൻ സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് കടുക് വറുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ. അതുപോലെ തന്നെ
പാവയ്ക്ക മെഴുക്കുവരട്ടി ആണെങ്കിലും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഉരുളിക്കകത്തായിരുന്നു പാവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചത്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട്. പിന്നെ ഇങ്ങനെ വെക്കുമ്പം പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് ഒട്ടും കയ്പും വരത്തില്ല കേട്ടോ. അങ്ങനെ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തുവിന് സ്കൂളിൽ കൊടുത്തു വിടാം ടിഫിൻ ബോക്സിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ക്യാരമൽ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഓരോ ദിവസം ഓരോ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് 1 2 3 4 അങ്ങനെ ഓരോ രീതിയിലാണ് കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഉണ്ടാക്കി കൊടുത്തു വിടും. അപ്പോൾ അത് കഴിച്ചോളും. ക്യാരമൽ ദോശ ആയതുകൊണ്ട് പിന്നെ കറികളൊന്നും കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ അതുണ്ടാക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ ഇത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ പനിക്കൂർക്ക അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് വാട്ടി പിഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് തേനും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കഫക്കെട്ട് കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് വാട്ടി പിഴിയാണ് കേട്ടോ. അപ്പോൾ ഓവനിലേക്ക് ഒരു 30 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വാടി കിട്ടും. അങ്ങനെ അത് വാട്ടിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ തേനും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചതാണെങ്കിൽ നമുക്ക് നല്ലത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാത്തുവിന് കൊടുക്കുകയാണ്. ഇത് 3 നേരം കൊടുക്കുന്നുണ്ട് ഞാനിപ്പം. ഇത് കുറച്ച് നാൾ മുന്നേ നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയായ ദീപ്തി ഇത് തന്ന് ഞാൻ അവൾക്ക് കൊടുത്തപ്പോഴാണ് അവൾക്കൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ചെറുതായിട്ട് തുടങ്ങിയപ്പോൾ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം 3 നേരം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സ്കൂളിൽ പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല, ഒരു തരത്തിലാണ് കേട്ടോ. ഞാനൊന്ന് യൂണിഫോമൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുത്തത്. പിന്നെ അവൾക്കുള്ള ദോശയും ചുട്ട് സാമ്പാറും ചമ്മന്തിയും കൂട്ടി അമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പൂപ്പനും കൂടെ വരുന്നുണ്ട് കൊണ്ടുവിടാൻ എന്നൊക്കെ പറഞ്ഞാണ് ആളെ ഒന്ന് റെഡിയാക്കുന്നത്. എന്നാലും അത്ര നല്ല മൂഡിലല്ലായിരുന്നു. പിന്നെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ നല്ല ഹാപ്പിയായി കേട്ടോ. അങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയുള്ള സ്കൂൾ ബസ് ഒരു 9 മണി കഴിയുമ്പോഴത്തേക്കും വരും. അപ്പോൾ സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അച്ഛനും കൂടെ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മ ദോശ ചുടുകയാണ് കേട്ടോ. പിന്നെ ദിനു ഈ സമയത്ത് കുറച്ച് സമയം കൂടെ ഒന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞ് കയറി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിനുവിനുള്ള ലഞ്ച് ബോക്സൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദിനു എണീറ്റ് വന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും കാപ്പി കുടിച്ചോട്ടെ, അല്ലെങ്കിൽ ഒത്തിരി ലേറ്റായി പോകും. അവർ ഇന്നലെ വൈകിട്ട് നേരത്തെ ഫുഡ് കഴിച്ചല്ലേ, അപ്പം അവർ കഴിച്ചോട്ടെ എന്ന് ഓർത്ത് ഞാൻ കൊടുത്തു. പിന്നെ ദിനു എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ചിട്ട് വന്നപ്പോഴത്തേക്കും അവർ ചിപ്സൊക്കെ വറുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ പോയി കുളിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം കവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴത്തേക്കും ഡിമാർട്ടിൽ കയറണം. അപ്പോൾ അതിന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കവറുമായിട്ട് പോകുന്നത്. അങ്ങനെ ദിനു ഓഫീസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു. അപ്പം സാധാരണ ഞാൻ എൻ്റെ ജോലികളെല്ലാം ഒരു 9:30-ക്കുള്ളിൽ തീർത്തതിന് ശേഷം 9:30 ആകുമ്പോഴത്തേക്കും എഡിറ്റ് ചെയ്യാനിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസങ്ങളിൽ. എന്നിട്ട് ഒരു 11:30-ക്കുള്ളിൽ അതിൻ്റെ പണികളെല്ലാം തീർത്തതിന് ശേഷം ബാക്കി ജോലികളും കൂടെ തീർത്തിട്ടാണ് 12:30-ക്ക് പാത്തുവിനെ വിളിക്കാനായിട്ട് പോകുന്നത്. 12 മണിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട സമയം. അപ്പോൾ ഇന്നിപ്പോൾ അമ്മയും അച്ഛനും ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് പോയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടിരുന്നു. അത് കഴിഞ്ഞ് 12:30 ആയപ്പം പാത്തുവിനെ പോയി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. അപ്പോൾ പാത്തുവിൻ്റെ ഫ്രണ്ട്സാണിത്, അയിനു ചേച്ചിയും അയിനു ചേച്ചിയുടെ ഫ്രണ്ട് ഇഷാനും. അപ്പോൾ ഇവർ ഒരേ സമയത്താണ് കേട്ടോ സ്കൂളിൽ നിന്ന് വരുന്നത്. ഇവർ 3 പേരും 2 സ്കൂളുകളിലായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ പാത്തു വേറെ സ്കൂളിലും അവർ വേറെ സ്കൂളിലും. പക്ഷേങ്കിൽ അവർ സ്കൂളിൽ നിന്ന് വരുന്ന സമയം ഒരേ സമയമാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു വരുമ്പം കുറേ സമയം ഇവിടെ നിന്ന് കളിച്ചതിന് ശേഷം മാത്രമേ വീട്ടിലോട്ട് കയറി വരാറുള്ളൂ. അങ്ങനെ 3 പേരും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. കുറേ ദിവസം കൂടിയാണ് 3 പേരും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്മ മീനൊക്കെ വറക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് മീൻ വറുത്ത് കൊണ്ടുവന്നാണ് കേട്ടോ. അതൊന്നുകൂടെ ഒന്ന് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് അമ്മ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ കൊണ്ടുവരണം, കാരണം നമ്മൾ ഇവിടുന്ന് അത്ര ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് നാട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്നു. അപ്പോൾ ചെറുതായിട്ട് വറുത്ത് കൊണ്ടുവന്ന മീൻ കുറച്ചെടുത്ത് കറിയും വെച്ചു. അതുപോലെ തന്നെ കുറച്ച് വറുത്ത് കൊണ്ടുവന്നത് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ പാത്തുവിനെ ഒന്ന് ഫ്രഷാക്കി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ പാത്തു വന്ന ഉടനെ തന്നെ ബുക്കൊക്കെ എടുത്ത് അപ്പൂപ്പനെ പഠിപ്പിക്കാനായിട്ടിരുന്നു കേട്ടോ. അവൾ അപ്പൂപ്പൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പം ഓരോന്നെന്നെ കാണിച്ചു തരുമായിരുന്നു. ഇന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. സാധാരണ അവൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ടയേർഡായിട്ട് വന്നിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കാറുണ്ട്. ഇന്ന് കളിയാണ് അവിടെ ഇരുന്നുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറും മീൻകറിയും സാമ്പാറും ഒക്കെ ആയിട്ട് പോയിരുന്ന് അവൾക്ക് ചോറ് കൊടുത്തു. അവൾ ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളും കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിന് മത്തി വറുത്തതുണ്ട്, ഇതൊക്കെ അമ്മ കൊണ്ടുവന്നാണ് കേട്ടോ. അതുപോലെ തന്നെ സാമ്പാർ, പയറ് മെഴുക്കുവരട്ടി, മീൻ ഐറ്റംസ് എല്ലാം അമ്മ കൊണ്ടുവന്നാണ്. മീൻ കറി, പാവയ്ക്ക മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, ചീര തോരൻ, പിന്നെ പപ്പടം.
ഇത്ര ഐറ്റംസാണ് നമുക്കിന്ന് ലഞ്ചിനുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടി ഇരുന്ന് കുറേ നാളുകൾക്ക് ശേഷം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാത്തുവിനെ ഉറക്കാനായിട്ട് അച്ഛനും അമ്മയും പോയി. ആ സമയത്ത് പിന്നെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാത്തു അച്ഛൻ്റെ അമ്മയുടെയും കൂടി ഉറങ്ങുന്നതെന്നും പറഞ്ഞ് അവരുടെ കൂടെ കേട്ടോ പോയി കിടന്നത്. പിന്നെ അവൾ അവിടെ കിടന്ന് തന്നെ പതുക്കെ ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്